ഹലോ, ഐ എം നീനു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ചെയ്യാൻ പോകുന്ന ഡക്ക് റോസ്റ്റാണ്. നമുക്ക് റെസിപ്പി കണ്ടല്ലോ. ഒരു 7 മീഡിയം സൈസ് സവോള, 4 വലിയ തക്കാളിയുമാണ് ഇതിലെടുത്തിരിക്കുന്നത്. ഇഞ്ചി 2 ചെറിയ പീസ് മതി. വെളുത്തുള്ളി കുറച്ചധികം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക് ഒരു 8-9 എടുത്തിട്ടുണ്ട്. ഇതൊരു മീഡിയം എരിവുള്ളതായതുകൊണ്ടാണ് 9 എടുത്തിട്ട് എരിവ് നോക്കിയിട്ട് ആഡ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം നമുക്ക് ചതച്ചെടുക്കാം. ഗരം മസാലയുടെ സെയിം കൂട്ടാണെങ്കിലും ഇതിൻ്റെ മെഷർമെൻറ്റിന് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് സെപ്പറേറ്റ് പൊടിച്ചെടുക്കുന്നത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രാമ്പു ഏകദേശം 1 ടീസ്പൂൺ, കറുകപ്പട്ട ഒരു ഫുള്ള് 4 ഒടിച്ചിട്ടത്, കുരുമുളക് 3 വലിയ ടേബിൾ സ്പൂൺ, ഏലക്ക ഏകദേശം 8 ചെറുതായതുകൊണ്ടാണ്, തക്കോലം 1, പെരിഞ്ജീരകം 1.5 ടീസ്പൂണാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി സ്പൈസസ് എല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനി സവാള തക്കാളിയും ചതച്ച് വെച്ച ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പില എല്ലാം നമുക്ക് ഉരുളിയിലോട്ട് മാറ്റാം. ഇത് കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടാണ് ഉരുളിയിൽ കുക്ക് ചെയ്യണേ. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഓയിലും ആഡ് ചെയ്ത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് തിരുമ്മി കൂട്ടിയെടുക്കണം. മസാല എല്ലാ സ്ഥലത്തോട്ടും പിടിക്കണം. ഒന്നര കിലോ ഡക്ക് ഉണ്ട് കേട്ടോ ഇത്. മസാല എല്ലാം നന്നായിട്ട് തിരുമ്മി കൂട്ടിയതിന് ശേഷം നമുക്ക് ഡക്ക് ആഡ് ചെയ്ത് ഡക്ക് നന്നായിട്ട് കൈവച്ച് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടച്ച് വെച്ച് കുക്ക് ചെയ്യാൻ വെക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഒന്നും കൂടി ഇളക്കി കൊടുക്കണം. ഓരോ ഡക്കിനും ഓരോ വേവാണ്. ഡക്ക് കറിയിലോട്ട് ഉരുളക്കിഴങ്ങും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് ആദ്യം കഴുകി വൃത്തിയാക്കി നീളത്തിൽ കട്ടി ഉറഞ്ഞുകൊണ്ട് അരിയുന്നത്. എന്നിട്ട് നമ്മളത് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കണം. വെളിച്ചെണ്ണയിൽ വറുക്കുമ്പോൾ ജസ്റ്റ് ഒരു മീഡിയം കുക്കായാൽ മതി. ബാക്കി നമുക്ക് ഡക്കിൻ്റെ മുകളിൽ വെച്ച് അതിൻ്റെ ഒരു ആവിയിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ഡക്കിലോട്ട് ചേർത്ത് കൊടുക്കാം. ഡക്കി ഇപ്പോൾ ഏകദേശം ഒരു 45 മിനിറ്റ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഉരുളക്കിഴങ്ങ് ജസ്റ്റ് ആ ഗ്രേവിയിൽ ഒന്ന് മുൻകടക്കുന്ന രീതിയിൽ വേണം നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ. ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഞാൻ ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുള്ളൂ. അതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.